സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിൽ വിവാദ പ്രസ്താവനയുമായി കർഷക സമര നേതാവ്. കരാർ റദ്ദാക്കിയ തീരുമാനത്തെ ശക്തമായി എതിർക്കുന്നതായും വെള്ളം വിട്ടു നൽകണമെന്നും ഡൽഹിയിൽ കർഷക സമരത്തിന് നേതൃത്വം നൽകിയ നരേഷ് ടിക്കായത്ത് പ്രതികരിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ കടുത്ത നടപടികൾ സ്വീകരിക്കുമ്പോഴാണ് രാജ്യ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ വിവാദ പ്രസ്താവനയുമായി കർഷക സമര നേതാവ് നരേഷ് ടിക്കായത്ത് രംഗത്തെത്തിയത്. സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് തെറ്റായ തീരുമാനമാണ്. കരാർ റദ്ദാക്കാനുള്ള തീരുമാനത്തെ ശക്തമായി എതിർക്കുന്നതായും വെള്ളം വിട്ടു നൽകണമെന്നും നരേഷ് ടിക്കായത്ത് പറഞ്ഞു. ഭീകരർക്കും ഭീകരവാദികൾക്ക് പിന്തുണ നൽകുന്നവർക്കും ശക്തമായ തിരിച്ചടി നൽകണമെന്ന് രാജ്യം ഒരുമിച്ച് ആവശ്യപ്പെടുമ്പോഴാണ് പാകിസ്ഥാന് വെള്ളം വിട്ടു നൽകണമെന്ന പ്രസ്താവന കർഷക സമരത്തിന് നേതൃത്വം നൽകിയവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. നേരത്തെ രാജ്യതലസ്ഥാനത്ത് ചെങ്കോട്ടയിൽ അതിക്രമം നടത്തിയ കർഷക സമരത്തിന് നേതൃത്വം നൽകുന്നവരും പിറകിൽ നിന്ന് പിന്തുണ നൽകുന്നവർക്കും ഭാരതവിരുദ്ധ താൽപര്യങ്ങളുണ്ടെന്ന ആരോപണം ശക്തമായിരുന്നു. പ്രസ്താവന വിവാദമായതോടെ വിഷയത്തിൽ ഞങ്ങൾ സർക്കാരിനും സൈന്യത്തിനും ഒപ്പമാണെന്നും കർശന തീരുമാനങ്ങൾ എടുക്കണമെന്നും പറഞ്ഞ് തലയൂരാനാണ് മറ്റൊരു കർഷക സമര നേതാവ് രാകേഷ് ടിക്കായത്ത് ശ്രമിച്ചത്. उस तरह का कोई इंटेंशन नहीं है. हम इस मुद्दे पे देश की फौज के साथ में, देश की सरकार के साथ में टाइट फैसले ले. ജനം, ഡൽഹി. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ജിഷ്ണു തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജിഷ്ണു, ഇപ്പോൾ നരേഷ് ടിക്കായത്തിൻ്റെ ഒരു പ്രതികരണം, അതായത് ഭാരതം മുന്നോട്ട് വെച്ച അതിശക്തമായ ഒരു നയതന്ത്ര നീക്കത്തെ തിരിച്ചടിക്കുന്ന രീതിയിലുള്ളൊരു പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഇത് സംബന്ധിച്ച് അദ്ദേഹം നൽകുന്ന ന്യായീകരണം? എന്താണ് അത് അദ്ദേഹത്തിനെതിരെ തന്നെ ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട മറ്റ് നേതാക്കളുടെ പ്രതികരണങ്ങൾ? ഐസൻ, ഈ നരേഷ് ടിക്കായത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ മറ്റ് കർഷക സമരത്തിന് നേതൃത്വം നൽകിയവർ പ്രസ്താവനയുമായി ഇറങ്ങുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ കർഷക സമരത്തിന് നേതൃത്വം നൽകുന്നവരുടെ കൃത്യമായിട്ടുള്ള ഉള്ളിലിരിപ്പ് അല്ലെങ്കിൽ അവരുടെ നയം എന്താണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു നരേഷ് ടിക്കായത്തിന്റെ പ്രസ്താവന. കാരണം ഭാരതം മുഴുവൻ അല്ലെങ്കിൽ ലോകത്തെവിടെയെല്ലാം ഭാരതീയരുണ്ടോ അവരെല്ലാം തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഭീകരവാദികൾക്കും ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന നമ്മുടെ അയൽ രാജ്യത്തിനും എല്ലാ തരത്തിലും, അത് നയതന്ത്ര തലത്തിലാണെങ്കിലും സൈനിക തലത്തിലാണെങ്കിലും ശക്തമായി തിരിച്ചടികൾ നൽകണമെന്ന് ഉറക്കെ പറയുമ്പോഴാണ് നിലവിൽ ഭാരതം സ്വീകരിച്ചിട്ടുള്ള ഒരു ശക്തമായ നടപടി അത് തെറ്റായ തീരുമാനമാണ് എന്ന് കർഷക സമരത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള നരേഷ് ടിക്കായത്ത് പരസ്യമായി പറഞ്ഞിട്ടുള്ളത്. അതായത് നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെതിരെ കർശന നടപടി സ്വീകരിക്കുക എന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു സിന്ധു നദീജല കരാർ കഴിഞ്ഞ 65 വർഷത്തിലധികമായി തുടരുന്ന, മുൻപ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായപ്പോൾ പോലും റദ്ദാക്കാതിരുന്ന സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നതിനുള്ള അതിശക്തമായിട്ടുള്ള തീരുമാനം നരേന്ദ്രമോദി സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. എന്നാൽ കർഷക സമരത്തിന് നേതൃത്വം നൽകിയ നരേഷ് ടിക്കായത്ത് പ്രതികരിച്ചത് ഈ തീരുമാനം വളരെയധികം തെറ്റായിപ്പോയി, പാകിസ്ഥാന് സിന്ധു നദീജല കരാർ റദ്ദാക്കാൻ എടുത്തിട്ടുള്ള തീരുമാനം വളരെയധികം തെറ്റാണ്, ആ തീരുമാനത്തെ ശക്തമായി എതിർക്കുന്നു, പാകിസ്ഥാനിലേക്ക് വെള്ളം വിട്ടു നൽകണം എന്ന പ്രതികരണമാണ് നരേഷ് ടിക്കായത്ത് നൽകിയിട്ടുള്ളത്. ആ പ്രതികരണത്തോടൊപ്പം നമുക്ക് ചേർത്ത് വായിക്കേണ്ടത് അല്ലെങ്കിൽ ആലോചിക്കേണ്ടത്, മുൻപ് കർഷക സമരം നടന്നപ്പോൾ ആ സമരത്തിന്റെ സ്വഭാവം എന്തായിരുന്നു എന്നുള്ളതും, ഒപ്പം ആ സമരത്തിന്റെ പേരിൽ രാജ്യത്ത് നടന്നിട്ടുള്ള വിഘടനവാദ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുമാണ്. രാജ്യത്തിന്റെ റിപ്പബ്ലിക് സ്വാതന്ത്ര്യ ദിനത്തിൽ പതാക ഉയർന്ന ചെങ്കോട്ടയിൽ അതിക്രമിച്ചു കയറുകയും അവിടെ ഖാലിസ്ഥാൻ പതാക ഉയർത്തുകയും ചെയ്തിട്ടുള്ള കർഷക സമരത്തിന് അതിന് നേതൃത്വം നൽകുന്നവർക്കും അതിന് പിന്തുണ നൽകുന്നവർക്കും വളരെ കൃത്യമായ ഭാരത വിരുദ്ധ നിലപാടുകളുണ്ട് എന്ന ആരോപണം മുൻപേ തന്നെ ശക്തമായിരുന്നു. കർഷകരെല്ലാം മറിച്ച് രാജ്യത്തെ വിഘടനവാദ സംഘടനകളുടെ ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കുന്നവരാണ് ഇതിന് നേതൃത്വം നൽകുന്നത് എന്ന ആരോപണവും അന്ന് വലിയ രീതിയിൽ BJP ഉൾപ്പെടെ ഉയർത്തുകയും ചെയ്തിരുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ ആ കർഷക സമരത്തിന് നേതൃത്വം നൽകിയ നരേഷ് ടിക്കായത്ത് തന്നെ പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ സ്വീകരിച്ച തീരുമാനത്തെ ശക്തമായി എതിർക്കുന്നു എന്ന പ്രസ്താവന നടത്തിയത്. ഐസൻ. ശരി ജിഷ്ണു.